നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. അവനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. തൽക്കാലം ഇവിടെ വയ്ക്കോ. ആശാനെ, നീ ഇപ്പോഴും ഇവിടെ നടന്നതെന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങള് പോയാ പിന്നെ എങ്ങനെ രജിസ്ട്രേഷൻ നടക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, പേപ്പർ റെഡി ആകാൻ എന്താ വെച്ചാൽ താമസം വരും. അതുവരെ ഇവിടെ നിന്ന് മുഷിയുണ്ടല്ലോ. റെഡി ആകുമ്പോഴേ നമുക്ക് വരാം. ഇയാളുടെ പേരിൽ കേസെടുക്കണം സാർ. ഒരു സർക്കാർ ഓഫീസിൽ കയറി സർക്കാർ ഉദ്യോഗസ്ഥനാണ് തല്ലിയത്. സാർ, സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞ സാധാരണക്കാരെ സഹായിക്കാനുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ളതല്ല. ആ ഓർഡറിൽ കോടതി സീലിന്റെ ആവശ്യമില്ല. ശിരസാർ ഒപ്പിട്ട് അയാൾക്ക് രജിസ്റ്റേർഡ് ആയി നേരിട്ട് അയച്ചിട്ടുള്ളതാണ്. അതല്ല, ആ ഓർഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ആ കാരണം എന്തായാലും എഴുതി വാങ്ങിച്ചേക്ക്. അവന്റെ പേരിൽ ഞാൻ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കും. സാർ എൻ്റെ പേരിൽ കേസെടുത്തു. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് ഈ ഉത്തരവ് വെച്ച് രജിസ്ട്രേഷൻ നടത്താൻ പറ്റാത്തതെന്ന് ഇയാളെനിക്ക് എഴുതി തരണം. അല്ല, ഞാൻ അങ്ങനെ എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? സാറേ, എന്താ കാരണം എന്ന് വെച്ചാൽ എഴുതി കൊടുത്തരേ, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അതെ, ഇയാൾ എഴുതി തരട്ടെ. അത് വെച്ച് ഞാൻ ഇയാളെ കോടതി കയറ്റും. ആ കൊച്ചിന്റെ കല്യാണം മുടക്കിയത് ഉൾപ്പെടെ സകല പ്രശ്നങ്ങൾക്കും ഇയാളെ കൊണ്ട് ഞാൻ കോടതിയിൽ മറുപടി പറപ്പിക്കും. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട്. അല്ല ജയേഷ്ണ സാർ, ഒരു മിനിറ്റ്. എന്താ ജയേഷ്ണ? എടോ സേവിയറെ, താനെന്താ വെച്ചാ പറഞ്ഞത് ശരിയാക്കും. ശിരസ്താർ ഒപ്പ് വെച്ച സ്ഥിതിക്ക് സീല് വേണ്ട. താൻ ഒരു കാരണവശാലും എഴുതി കൊടുക്കരുത്. അതുമായിട്ട് അവര് കോടതി പോയാ കോടതി അലക്ഷ്യാണ് കേസ്. കേട്ടോ? ശരി. സേവിയറെ ഇതെങ്ങനെയും പറഞ്ഞ് കോംപ്രമൈസ് ആക്കും. സാറേ, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് ഞാൻ ഈ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാം. അറിയും ഇത്ര നഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ഇതുവരെ എത്തിച്ചത്. താൻ സമാധാനപ്പെട്. ആരാ ഭയ? നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കച്ചവടം നടക്കില്ലെന്ന് കണ്ടപ്പോൾ കൊണ്ടുവന്ന കാശിൽ നിന്ന് കുറച്ചെടുത്ത് വേറെ ആവശ്യത്തിന് ചെലവാക്കി പോയി. ഇവിടെ ഇപ്പൊ കാശ് ഇരിപ്പില്ല. ഇക്കയുടെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട്? ബാക്കി പിന്നെ തന്നാ മതി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. പിന്നെ ഒരു കൊച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ സഹായിക്കാമെന്ന് കരുതി. 25 എത്ര എടുത്ത്? 2 അതിൽ കുറച്ചുള്ള മതിയെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അതുമല്ല, സാറുമാരെ രണ്ടും കൂടെ ഒന്ന് പറയുമ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോ രജിസ്ട്രേഷൻ സമയവും കഴിഞ്ഞില്ലേ, വല്ലതും നടക്കുമോ? അത് കുഴപ്പമില്ല, അത് ഞാൻ നടത്തി തരാം. നടക്കൂല്ലേ? എന്നാ പിന്നെ പള്ളിയിൽ പോയിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. അപ്പൊ ശരി, ഇറങ്ങാം. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? സാറേ, ഞാൻ ഓഫീസ് തകർത്തെന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് എടുക്കരുത്. സകല പ്രശ്നങ്ങൾ ഇയാളുണ്ടാക്കിയത്. അതിന് ഇയാൾ എനിക്ക് മാപ്പ് എഴുതി തരണം. സാറിന് പരാതി ഇല്ലാത്തോണ്ട് ഞാൻ കേസൊന്നും എടുക്കുന്നില്ല. അങ്ങനെയല്ലേ സാറേ? ശേഷം വാ. താൻ ആദ്യം അവിടെ മാറുന്നേ. താൻ ആദ്യം പോയിട്ട് ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടത്താൻ നോക്ക്. മാപ്പിന്റെ കാര്യം പിന്നാലെ വയ്ക്കാം.